ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് TP-Link എന്ന ബ്രാൻഡിൻ്റെ മെഷ് വൈഫൈ എക്സ്റ്റൻഡറാണ്. ബോക്സിന് മുകളിലേ തന്നെ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ACS 750 ഡ്യുവൽ ബാൻഡ്, അതിൽ 5G ഹെർട്സ് സപ്പോർട്ട് ചെയ്യും, 2.4G ഹെർട്സ് സപ്പോർട്ട് ചെയ്യും, വൈഫൈ ഡെഡ് സോൺ കില്ലർ, ആക്സസ് പോയിൻറ്റ് മോഡ്, ഈസി സെറ്റപ്പ് വൈ ആപ്പ്, വർക്ക്സ് വിത്ത് എനി വൈഫൈ റൂട്ടർ. ഇത്രയും ഫീച്ചേഴ്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് വാൾ പ്ലഗ് ഡിസൈനാണ്. അതുപോലെ ഇൻ്റലിജൻറ്റ് സിഗ്നൽ ഇൻഡിക്കേറ്റഡ് ലൈറ്റ് ഉണ്ട്, WPS ബട്ടൺ ഉണ്ട്, ഇതറിന് പോർട്ട് ഉണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിന് മോഡൽ നമ്പർ വരുന്നത് 6200 ആണ്. അതുപോലെ തന്നെ എൻ്റെ വാറൻറ്റി കൊടുക്കുന്നത് 3 years വാറൻറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. തുറക്കുന്നത് നല്ല വെൽ പാക്ഡ് ആണ്. ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് വരെ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അത് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ നല്ല പാക്കേജ് കൊടുത്തിട്ടുണ്ട് അവർ. ഒരു വൈറ്റ് കളർ ഡിസൈനിലൊരു മോഡൽ പാറ്റേൺ ഉണ്ട്. ഒരു സിഗ്സാഗ് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലോസി ഫിനിഷാണ് പ്രൊഡക്റ്റ് വരുന്നത്. അധികം വെയിറ്റ്ലെസ് ആയ പ്രൊഡക്റ്റാണ്. അത് ഇൻബിൽറ്റിന് അതിൽ തന്നെ ഒരു ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ബോക്സിനുള്ളിലായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു ഇൻസുലേഷൻ ഗൈഡ് കിട്ടുന്നുണ്ട്. ആ ഇൻസുലേഷൻ ഗൈഡ് ജസ്റ്റ് ഒരു ഫോൾഡിംഗ് പേപ്പറാണ്. പേപ്പറിൽ തന്നെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത്. ഏതൊരാൾക്കും പുതിയൊരു ആൾക്ക് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഡീറ്റെയിൽസ് നോക്കി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ക്ലീൻ ഡിസൈനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മുകളിൽ TP-Link ലോഗോ കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് കുറേ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 5G, അതുപോലെ 2.4G വൈഫൈൻ്റെ, അതുപോലെ എതർനെറ്റിൻ്റെ, പവറിൻ്റെ, അതുപോലെ വൈഫൈ WPS-ൻ്റെ ഒക്കെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിൻ്റെ പവർ ഡീറ്റെയിൽസും മോഡൽ നമ്പർ എല്ലാം ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതാ തൊട്ട് താഴെയായിട്ട് നമുക്കതിൻ്റെ പവർ പ്ലഗ് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഇതിൽ തന്നെയാണ് ഇൻബിൽറ്റ് വരുന്നത്. അപ്പോൾ പവർ പ്ലഗ് കാണാൻ പറ്റും. താഴെയായിട്ട് നമുക്ക് എതർനെറ്റ് പോർട്ടും അതുപോലെ റീസെറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അവർ. നിലവിലുള്ള വൈഫൈ വെച്ചിട്ട് എല്ലായിടത്തും റേഞ്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു ഡിവൈസാണ് ഈ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് വീടിൻ്റെ എല്ലാ കോർണറിലേക്കും വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി TP-Link Tether എന്ന ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫുൾ ഫംഗ്ഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൽ കാണിക്കുന്ന പോലെ അതിൻ്റെ എഗ്രി എല്ലാം കൊടുത്തിട്ട് ടേംസ് കണ്ടീഷൻ എഗ്രി കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ കൊടുത്ത് ഒരു ക്രിയേറ്റ് ID കൊടുക്കണം. നമ്മൾ നമ്മുടെ ഒരു ID ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മുടെ ഇമെയിൽ IDയും അതുപോലെ തന്നെ നമുക്കൊരു പാസ്വേഡും കൊടുത്ത് ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇമെയിലിലേക്ക് വരുന്നത് ID. അപ്പോൾ ആ പാസ്വേഡ് വെച്ച് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര സിമ്പിൾ പ്രോസസ്സാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിവൈസ് നമുക്ക് പ്ലഗ് ഇൻ ചെയ്യണം. ഓൺലൈനിൽ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പവർ ലൈറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രീൻ കളറിൽ ലൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ആയി കഴിഞ്ഞാൽ ഓണായിക്കൊണ്ടിരിക്കണം. ബ്ലിങ്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്കത് പവർ ഓണായെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഡിവൈസ് ഓണായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് മൊബൈൽ ആപ്പ് വെച്ചിട്ട് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആ യൂസർ മാനുവൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് എങ്ങനെ കോൺഫിഗർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു മാനുവൽ ആയതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരു 2 minutes പ്രോസസ്സേ ഉള്ളൂ. നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ നിലവിലുള്ള വൈഫൈൻ്റെ പാസ്വേഡ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഇവിടെ എറർ കാണിക്കില്ല. എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പാസ്വേഡ് ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ഇവരെ എറർ കാണിക്കണ്ടായില്ല. പക്ഷേ എന്താ കാരണം മനസ്സിലായി, കുറച്ച് കഴിഞ്ഞെങ്കിൽ മനസ്സിലായതിന് കാരണം. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിലവിലുള്ള സെയിം പാസ്വേഡിന് ഇവിടെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പുതിയ ഡിവൈസിൻ്റെ പാസ്വേഡ് മാറ്റാനുള്ള ഓപ്ഷൻ വേറെ ഉണ്ടായിരുന്നു. ആഡ് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് എക്സ്റ്റെൻഡ് കാണുന്നുണ്ട്. ഇപ്പോൾ പവർ LED ഓൺ ആണോ എന്ന് ചോദിക്കും. നമ്മൾ ഇപ്പോൾ ഓണേ കിടക്കുന്നുണ്ട്. അത് കാരണം നമുക്ക് ഓക്കെയാണ്. കണക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണിക്കുന്ന TP-Link എക്സ്റ്റെൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ കണക്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് കണക്റ്റ് ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ TP-Linkൻ്റെ ആ എക്സ്റ്റൻഡർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെർച്ച് കാണിച്ചിട്ടുണ്ട്. ഇനി അവിടെ പാസ്വേഡ് കൊടുക്കുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുതിയ ഡിവൈസിന് പാസ്വേഡ് കൊടുക്കേണ്ടത്. നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നു. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ആവുന്നുണ്ട്. വർക്കിംഗ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഇപ്പോൾ നമ്മുടെ എൻ്റെ വീട്ടിൽ ഓൾറെഡി ഉള്ള വൈഫൈ കാണിക്കുന്നത്. ആ വൈഫൈൻ്റെ പാസ്വേഡ് ഇവിടെ കൊടുക്കേണ്ടതാണ്. ആ പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആ പാസ്വേഡ് നമ്മൾ ഓൾറെഡി ഉള്ള നിലവിലുള്ള അതേ പാസ്വേഡിന് കൊടുക്കണം. അതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടെ എറർ കാണിക്കില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ എറർ എന്ന് മനസ്സിലാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കണം പാസ്വേഡ്. നമ്മൾ കറക്റ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്ലൈയിങ് സെറ്റിങ്സ് കാണിച്ചിട്ട് അത് കണക്ഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ മൊബൈലിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 2 വൈഫൈ ഡിവൈസിൻ്റെ ഓപ്ഷൻസ് കാണിക്കും. നിങ്ങൾ പുതിയ വൈഫൈ അനുസരിച്ച് പേരെടുത്താൽ ആ ഡിവൈസും കാണിക്കും. അതുപോലെ നമ്മുടെ ഓൾറെഡി വീട്ടിലുള്ള അല്ലെങ്കിൽ ഓഫീസിലുള്ള വൈഫൈ കാണിക്കും.
അപ്പോൾ നമുക്ക് ഏതിലാണ് കണക്ട് ചെയ്യാൻ പറ്റും. ഈ TP ടെതർ എന്ന മൊബൈൽ ആപ്പിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഞാൻ എൻ്റെ മൊബൈലിൽ സ്ക്രീൻ ഷെയർ ചെയ്യാം. അതിനുശേഷം ഞാൻ വീട്ടിൽ കണക്ട് ചെയ്ത ഡിവൈസും എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നെല്ലാം കാണിച്ചു തരാം. എൻ്റെ മൊബൈലിൽ വൈഫൈ നോക്കി 2 വൈഫൈ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് കൊല്ലംപറമ്പിൽ, ഒന്ന് കൊല്ലം എക്സ്റ്റൻഷനുമാണ്. അപ്പോൾ മെയിനായിട്ടുള്ള എൻ്റെ ഫസ്റ്റ് കാണിക്കുന്നത് എൻ്റെ വീട്ടിലെ നോർമൽ വൈഫൈയും, എക്സ്റ്റൻഷൻ കാണിക്കുന്നത് എൻ്റെ ഈ TP ലിങ്കിൻ്റെ എക്സ്റ്റൻഷനാണ് കാണിക്കുന്നത്. ഞാൻ ഈ ഡിവൈസ് വേണ്ടി ഏകദേശം 1.5 years ആയി. 1.5 years ഉപയോഗിച്ചിട്ടും ഇതൊരു വേറെ പ്രശ്നമൊന്നും കണ്ടിട്ടില്ല. കറക്റ്റായിട്ട് സിഗ്നൽ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഓഫായി പോകുക, അങ്ങനെ വേറെ എറേഴ്സൊന്നും കണ്ടിട്ടില്ല. എനിക്കിതിൻ്റെ സെറ്റിങ്സിൽ കയറി നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഈ 1.5 കൊല്ലമായിട്ട് എല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ റേഞ്ചും കിട്ടുന്നുണ്ട്. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് വരുന്നത്. അതിൽ മുകൾ ഭാഗത്ത് സ്റ്റെയർ കേസിന് വേണ്ടിയിട്ട് ഞാൻ ഈ വൈഫൈന് മെയിൻ റൗട്ടർ വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഏകദേശം ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത്. ഈ രണ്ട് ഡിവൈസ് വെച്ചിട്ട് എനിക്ക് വീട് ഫുള്ളായിട്ട് റേഞ്ച് കിട്ടുന്നുണ്ട്. പുറത്തേക്കും ബാക്ക് സൈഡിലും എല്ലാ സൈഡിലും എല്ലാ റൂമിലും എനിക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ മെയിൻ റൂട്ടർ വെച്ചിട്ട്. അപ്പോൾ 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിന് ഈ ഒരു എക്സ്റ്റൻഷൻ പക്കയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ വീഡിയോസ് ലാസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ വീട്ടിൽ എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്ന വീഡിയോ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമുക്ക് എത്ര ഡിവൈസ് കണക്ട് ചെയ്യണം, ഏതൊക്കെ ഡിവൈസ് ബ്ലോക്ക് ചെയ്യാം, ഇപ്പോൾ കണക്ട് ആയ ഡിവൈസ് ബ്ലോക്ക് ചെയ്യണോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഈ സെറ്റിങ്സിൽ, മൊബൈൽ ആപ്പിൽ സെറ്റിങ്സിൽ നമുക്ക് ഉണ്ട്. നമുക്കതെല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഡിവൈസ് ആണെങ്കിൽ ഒരു ഡിവൈസ് മാത്രം കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ വൈഫൈൻ്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള, അടുത്ത് വേണോ, കുറേ ദൂരം കിട്ടണം, മാക്സിമം കിട്ടണോ, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് സെറ്റിങ്സിലുണ്ട് മൊബൈലിൻ്റെ. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് വേറെയും കുറേ ഡിവൈസ് നോക്കിയിട്ടുണ്ടായിരുന്നു. TP ലിങ്കിൻ്റെ അതർ ബ്രാൻഡ്സിൻ്റെ ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൊത്തത്തിൽ നോക്കിയപ്പോൾ എനിക്ക് വൃത്തിയാകും തോന്നിയതും പ്രൈസ് കൊണ്ടും ഫീച്ചേഴ്സ് കൊണ്ടും ഏകദേശം നല്ല വൃത്തിയായി തോന്നിയത് പ്രൊഡക്റ്റ് ഇതാണ്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. ഞാൻ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും. ആമസോണിൽ നിന്ന് ഏകദേശം 1750 രൂപയ്ക്കാണ് ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിയത്. ഈ പ്രൊഡക്റ്റിലെ മെയിൻ ഫീച്ചർ മെഷ് എന്ന ഫീച്ചർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള നിങ്ങളുടെ വൈഫൈ റൗട്ടറും അത് സപ്പോർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ മെഷ് ഫീച്ചർ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന എൻ്റെ വീട്ടിൽ വൈഫൈ മെയിൻ റൗട്ടർ വെച്ചത്, അതുപോലെ തന്നെ വൈഫൈ എക്സ്റ്റൻഡർ വെച്ച പൊസിഷനും കാണിക്കുന്നത്. മെയിൻ റൗട്ടർ ചെയ്യുന്ന ജനലിന് മുകളിലും, അതുപോലെ എക്സ്റ്റൻഡർ വെച്ചിരിക്കുന്ന ഹാളിലും ആണ്. ഇതിനിടയ്ക്ക് വേറെ ചുമരൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൽ വൈഫൈ ഇപ്പോൾ എക്സ്റ്റൻഡർ ഓണാണ്. അതേപോലെ തന്നെ വൈഫൈ എക്സ്റ്റൻഡറിൻ്റെ പുറത്ത് നോക്കി ഞാൻ എൻ്റെ ഹാളിലായിട്ട്, സിറ്റ് ഔട്ടിലായിട്ട് ഞാനൊരു ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറ വർക്ക് ചെയ്യുന്നത് ഈ എക്സ്റ്റൻഡർ വെച്ചിട്ടാണ്, എക്സ്റ്റൻഡറിൽ കണക്ഷൻ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ പുറത്തും ഞാനൊരു ക്യാമറ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മുകളിൽ ക്യാമറ കാണാൻ പറ്റും. ആ ക്യാമറ വർക്ക് ചെയ്യുന്നത് ഇതേ എക്സ്റ്റൻഡർ വെച്ചിട്ടാണ്. രണ്ടും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിലേ ഒന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ വൈഫൈ എക്സ്റ്റൻഡർ ഈ ഒരു പ്രൈസിൽ നോക്കുന്നത് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു എക്സ്റ്റൻഡറാണ്. അത്യാവശ്യം നല്ല വൃത്തി പ്രൊഡക്റ്റാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ അതിന് മറുപടി കൊടുക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.